ഒന്നരാഴ്ചയോട് യൂസ് ചെയ്ത സമയത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ആ സമയത്ത് തന്നെ പ്രോഡക്ട്സിൽ വല്ലാത്ത രീതിയിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഈ അൾസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടുണ്ട്, ഒരുപാട് യുനാനി ചികിത്സ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആയുർവേദിക് ആണെങ്കിലും പല ചികിത്സകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ഫേസ്ബുക്കിലെ യൂട്യൂബിലൊക്കെ കാണുന്ന രീതിയിൽ പല യാത്രകൾ ചെയ്തുകൊണ്ട് പല ചികിത്സകൾ ഞാൻ തന്നെ സ്വന്തമായി ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊന്നും സുഖമാവാത്ത രീതിയിൽ വന്ന സമയത്ത് ഞാൻ പറയാൻ തുടങ്ങി എന്റെ ഫാമിലിയോട്, ഇത് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് മാറില്ല, വെറുതെ ഇനി അതിനു വേണ്ടി ചികിത്സിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ തുടങ്ങി. കാരണം കൂടുതൽ സമയം ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം ആ സമയത്തേക്ക് നമുക്ക് ക്ഷീണം വന്ന് താഴെ വീണ് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന സമയത്ത് ഈ പ്രോഡക്റ്റുകളുടെ അപാരമായ വിശ്വാസം വന്നു. രണ്ടാമത്തെ മാസം മൂന്നാമത്തെ മാസം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്തു. ഈ 3 മാസം പർച്ചേസ് ചെയ്തല്ലാതെ ഒരു സൂം പ്രോഗ്രാമിൽ പോലും പങ്കെടുത്തില്ല. പക്ഷെ ഗ്രൂപ്പിൽ വരുന്ന ചില വോയിസുകൾ ഇങ്ങനെ കേട്ട് എന്തൊക്കെയോ ഉണ്ട് എന്ന രീതിയിൽ മനസ്സിലായ സമയത്ത് സ്വന്തമായി യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്ത പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തു. അതിന്റെ കൂടെ മോദിക്കർ മലയാളം കൂടി സെർച്ച് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഫ്രഷ് മൊമെന്റ് മോദിക്കർ മലയാളം, അതുപോലെ തന്നെ വണ്ടർ ഡ്രോപ്പ് മോദിക്കർ മലയാളം. ഇങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ചില പ്രോഡക്ട്സിന്റെ ഡെമോൺസ്ട്രേഷൻ ഒക്കെ കാണാനിടയിൽ അത്ഭുതങ്ങൾ കണ്ട സമയത്ത് കൂടെയുള്ള ജാസ്മിനുമായിട്ട് അത് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഗൂഗിളിലും യൂട്യൂബിലുമായിട്ട് മോദിക്കറിനെ കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്ത് ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ഈ മനസ്സിലാക്കിയ സമയത്ത് വീണ്ടും തൊട്ടടുത്ത ദിവസം എന്നോട് എന്റെ ജാസ്മിൻ പറഞ്ഞു, ഞാനും മോദിക്കറിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. വീണ്ടും എന്നോട് പറഞ്ഞു, ഞാനും മോദിക്കറിൽ ജോയിൻ ചെയ്യാം. ഞാനൊന്നും മിണ്ടിയില്ല. വീണ്ടും എന്നോട് ചോദിച്ചു, ഞാനും മോദിക്കറിൽ ജോയിൻ ചെയ്യാം. ആ അവസരം സന്ദർഭം ഞാൻ ഇപ്പോൾ ഓർക്കാണ്. കാരണം ഞാൻ മിണ്ടാത്തത് ജോയിൻ ചെയ്യരുതെന്നായിരുന്നു എന്റെ മനസ്സിൽ. ജോയിൻ ചെയ്താൽ എന്റെ ബാക്കി ലോയലിറ്റി ആര് ചെയ്യും എന്നുള്ളതായിരുന്നു. കാരണം ആദ്യത്തെ 3 മാസം പർച്ചേസ് ചെയ്തില്ല. ഇനിയും പർച്ചേസ് ചെയ്യാതെ പോയാൽ ആ ലോയലിറ്റി മിസ്സാവും. ഇത് മാത്രമേ എനിക്ക് അറിയായിരുന്നുള്ളൂ. അങ്ങനെ ജാസ്മിൻ എന്ത് ചെയ്തു, നേരെ എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള സർഫുദ്ദീൻ സാറെ ഫോളോ ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ മോദിക്കൽ ഐഡി എടുക്കാണ്, ഇപ്പൊ തന്നെ എനിക്ക് ജോയിൻ ചെയ്യണം. അങ്ങനെ ആധാർ കാർഡ് വിട്ടു കൊടുത്തു. തൊട്ടടുത്ത പിറ്റത്തെ ദിവസം ജാസ്മിൻ അന്ന് വീടിന് തൊട്ടടുത്തൊന്നും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ് ഇല്ല. രാമനാട്ടുകര ഏകദേശം 20 കിലോമീറ്ററോളം മുകളിൽ യാത്ര ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ 20,000 രൂപയുടെ ഹോം ഷോപ്പ് ജാസ്മിൻ എടുക്കുകയാണ്. ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്നായിരുന്നു ടേണിംഗ് പോയിന്റ് സംഭവിക്കുന്നത്. പിന്നീട് കൃത്യമായ രീതിയിൽ ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നിരന്തരം തയ്യാറായി സൂം പ്രോഗ്രാമിൽ പങ്കെടുത്ത് അങ്ങനെ ഈ മനസ്സിലെ തീരുമാനം ഉറപ്പിച്ചു, ഇത് എന്തായാലും എന്റെ ജീവിതത്തിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് മോദിക്കറിയുന്നത് ഞാൻ തിരിച്ചറിഞ്ഞ സമയത്ത് പിന്നെ ആരൊക്കെ എന്തൊക്കെ എന്നെ കളിയാക്കിയാലും കുറ്റപ്പെടുത്തിയാലും, കാരണം അന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. കോളേജിലുള്ള എല്ലാവരും എന്നെ വിമർശിച്ച് ഒരുപാട് വിമർശനത്തിന്റെ കൂരമ്പുകൾ വരെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം എന്റെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള ഗ്രോയിങ് ലീഡർ ആയിട്ടുള്ള ജലീൽ സാറുമായിട്ടുള്ള നിരന്തര കോൺടാക്റ്റുകൾ എന്നെ ഈ ബിസിനസ്സിൽ പിടിച്ചു നിർത്താൻ സഹായിച്ചു. കാരണം അദ്ദേഹമായിട്ടുള്ള നിരന്തര കമ്മ്യൂണിക്കേഷൻ ഞാൻ നിലനിർത്തി. അങ്ങനെ അദ്ദേഹവുമായിട്ട് ഏത് വിഷയം, എന്റെ എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും എന്ത് സംശയം ഉണ്ടെങ്കിലും നിരന്തരം ചോദിക്കാൻ ഞാൻ തയ്യാറായതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ഒരുപക്ഷെ നമുക്കൊക്കെ ബിസിനസ്സിൽ പലപ്പോഴും ഡൗൺ ആയി പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം വരുന്ന സമയത്ത് ഇത് നടക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ മാത്രം വെച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറി നിൽക്കണം. പകരം എന്താണ് നമ്മുടെ ഡൗട്ട് അത് ഉടനെ ചോദിച്ച് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയി. അങ്ങനെ ആ പഠനത്തിന്റെ കൂടെ അവസാനം കോളേജിൽ പഠിക്കുന്ന അവസാന സമയത്ത് സേലത്തേക്ക് പണിക്ക് പോകാൻ എന്നൊരു തീരുമാനം ഞാൻ എടുത്തു. ആ സമയത്ത് കമ്പനിയുടെ സീനിയർ ഡയറക്ടറാണ്. പക്ഷെ സേലത്തേക്ക് പണിക്ക് പോകണം, കാരണം മാസം 9,000 രൂപ 10,000 രൂപ രീതിയിൽ വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പൊ സേലത്തിൽ പണിക്ക് പോയാൽ എന്ത് കിട്ടും, അവിടുന്ന് കൂടി കുറച്ച് വരുമാനം കിട്ടും. മദ്രസിന്റെ ഏകദേശം 3,000 രൂപ 3,500 രൂപയാണ് വരുമാനം കിട്ടുന്നത്. ആ സമയത്ത് യഥാർത്ഥത്തിൽ മോദിക്കറിൽ വന്ന സമയത്തും ഒരു 10,000 രൂപ എങ്ങനെയെങ്കിലും ഇതിന് നേടിയെടുക്കണം. അപ്പൊ ടോട്ടൽ ഒരു 13,000 രൂപ 14,000 രൂപ ഒക്കെ കുഴപ്പമില്ല. ഇതായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അൽഹംദുലില്ലാഹ് ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോയി. പക്ഷേ ആ സേലത്തേക്ക് പോകണം എന്നുള്ള തീരുമാനം എടുത്ത സമയത്ത് ജാസ്മിൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും സേലത്തേക്ക് പോകാൻ പറ്റില്ല.